everyone, welcome back to Kavitha Sugar and Spice. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണ് വെച്ച പത്തിരി. അതിന് വേറെയും പല പേരുകളുണ്ട്. പൂപ്പത്തിരി, മടക്കി പത്തിരി, ഇങ്ങനെ പല പേരിലും പല ഭാഗത്തും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കോഴിക്കോടിന്റെ സ്വന്തം കണ്ണ് വെച്ച പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അങ്ങനെ നമ്മുടെ കണ്ണ് വെച്ച പത്തിരി അല്ലെങ്കിൽ മടക്കി പത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു 1.5 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1 കപ്പ് ആട്ട, എന്നിട്ട് 1 ടീസ്പൂൺ കഷ്ടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ നെയ്യ് ആദ്യം ചേർക്കുന്നത് അതിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പിടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ഇളം ചൂടുള്ള വെള്ളം. നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഭയങ്കര ചപ്പാത്തീനെ പോലെ അത്ര അങ്ങോട്ട് പഞ്ഞി പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഈ മാവ് കുറച്ച് സ്റ്റിഫായിരിക്കണം, അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇതിൽ തന്നെ പല വിധവും ചെയ്യും. ചിലർ വെറും മൈദ കൊണ്ട് ഉണ്ടാക്കും, ചിലർ ഗോതമ്പ് മാത്രമായിട്ടാക്കും. പക്ഷെ കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു മിക്സിലാണ് ചെയ്യുക. അത് തന്നെ പലരും പല അതിൻ്റെ പ്രപ്പോർഷനിലും റേഷ്യോയിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ആ ഒരു വിധത്തിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അങ്ങനെ ഇത് കുഴച്ചതേ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ 1 കപ്പ് വെള്ളമേ ഒഴിച്ചുള്ളൂ, അത് കറക്റ്റായിരുന്നു. ഇപ്പം നിങ്ങൾക്കിപ്പോൾ കുഴയ്ക്കുമ്പം തികയില്ല, കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി എന്തായാലും. പക്ഷെ തികയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം അങ്ങനെയോ മറ്റോ ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതിനെ മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാ പരത്തേണ്ടത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പരത്താനായിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൽ തടവാനായിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഉണ്ടയാക്കിയിട്ട് ആദ്യം ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം നമുക്ക്. ഇങ്ങനെ ഒരു ചപ്പാത്തിയുടെ വട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ തേക്കണം. കൈകൊണ്ട് എണ്ണ എടുത്ത് ഇങ്ങനെ കുറച്ച് തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ 2 സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഇതിൻ്റെ മേലേക്കല്ല, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണ വിധത്തിൽ കേട്ടോ. എന്നിട്ട് ഈ മടങ്ങിയ സ്ഥിതിയിൽ ഇതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഇടും. ഞാൻ കൈ കൊണ്ടാക്കണത് അപ്പോൾ കുറച്ചേ ആവുള്ളൂ, മറ്റേത് നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ട് എടുത്താക്കുകയാണെങ്കിൽ നല്ലോണം ആവും. അത് കാരണമാണ് ഇങ്ങനെ മടക്കി ആ സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം ഇവിടെ എണ്ണ തേച്ചു. ഇനി നമ്മൾ ഈ 2 കോർണറുകൾ ഇത് 2 എടുത്ത് ഇവിടെ വെച്ചു, ഈ 2 കോർണർ എടുത്ത് ഇവിടെയും വെച്ചു. ഇനി ഇതിനെ നമ്മൾ തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് പരത്തണം. ഇതിപ്പോൾ ലെയേഴ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ എണ്ണയിട്ടത്. മറ്റേ സൈഡ് പരത്തില്ല, ഒരു സൈഡ് മാത്രമാണ് നമ്മൾ പരത്തുന്നത്. നോർത്ത് ഇന്ത്യൻസിൻ്റെ പറാഠയുടെ പോലത്തെ നമ്മുടെ ഒരു സാധനമാണിത് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഉണ്ടാവും. ഇതിനി നമുക്ക് ചുട്ടെടുക്കാം. നമുക്കൊരു ചീൻചട്ടിയിൽ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ
നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കണ്ണ് വെച്ച പത്തിരിയെ ചുട്ടെടുക്കാം. പത്തിരി ഇടുന്നതോടുകൂടി നമ്മൾ നമ്മുടെ തീ ഒന്ന് കുറയ്ക്കണം. ഒരു മീഡിയമോ അല്ലെങ്കിൽ മീഡിയം ഹൈ ഫ്ലെയിമിലേക്കോ ആക്കി കുറയ്ക്കണം. ഹൈയിൽ വെച്ചാൽ അത് കരിഞ്ഞു പോവും. ഇനിയിപ്പോൾ വല്ലാതെ ലോ ആക്കിയ എണ്ണ കുടിക്കും. അപ്പോൾ ആ ഒരു മീഡിയം കണക്കിൽ വെക്കുക. നമ്മൾ പൂരിയൊക്കെ ചുടുന്ന ആ ഒരു കണക്കിൽ. പക്ഷെ അതേ സമയത്ത് പൂരിയേക്കാളും ഇതിന് സമയമെടുക്കും. ലെയേഴ്സൊക്കെ ഉള്ള കാരണം അത് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും അങ്ങോട്ട് വേവുള്ളൂ. ഇത് വേണമെങ്കിൽ തവയിലും ചുട്ടെടുക്കാം കേട്ടോ. പക്ഷേ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിപ്പോൾ എന്തായാലും പക്ഷെ എണ്ണയിലൊക്കെ വറുത്ത ടേസ്റ്റ് ഒന്നിനും ഉണ്ടാവില്ലല്ലോ. ഇനി നമുക്കതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി അതിൻ്റെ ലെയേഴ്സൊക്കെ നല്ലോണം കുക്കാകണം. അങ്ങനെ നമ്മുടെ കണ്ണ് വെച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ലെയേഴ്സൊക്കെ കാണാണ്ട് ഇവിടെ ഇങ്ങനെ അത് പൊളിച്ച് കഴിക്കുമ്പോഴും അതിൻ്റെതായൊരു ടേസ്റ്റാണ്. അങ്ങനെ ഈ കോഴിക്കോടൻ കണ്ണ് വെച്ച പത്തിരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ അറിയിക്കണം. എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്ക് ബൈ.